ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിപ്പം ഇവിടെ കേരളത്തിൽ നിന്ന് രാജക്കാട് നിന്ന് ബാംഗ്ലൂർക്ക് തിരിച്ചു പോവാണ്. ഇപ്പം നമ്മളിപ്പം ബോഡി വഴി കൂടെയാണ് പോകുന്നത്. അപ്പം ബോഡി മെട്ട് ഇറങ്ങി നമ്മൾ കുറച്ച് വളവിൻ്റെ അടുത്തൊക്കെ എത്തി. താഴെ കാണുന്നതാണ് നമുക്ക് പോകേണ്ട വഴി കാണുന്നത്. കണ്ടോ, അങ്ങ് വളതിരിഞ്ഞിങ്ങനെ പോകണം. കണ്ടോ, ഇത് വഴിയുണ്ട്. ഒത്തിരി വലിയ തിരക്കൊന്നുമില്ല, ഇടയ്ക്കൊക്കെയാണ് വണ്ടികൾ പോകുന്നുള്ളൂ. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ ഉണ്ട്. ഞാൻ മാത്രമല്ല പോണത്, നമ്മുടെ വണ്ടിക്കകത്ത് ഇതേ ഒരാൾ കിടപ്പുണ്ട്. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഒരാൾ ഇറങ്ങി നിൽക്കുന്നത്, അവനും അവിടെ ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടെയാണ് ബാംഗ്ലൂർക്ക് പോണത്. ഈ ബോഡിയിൽ നിന്ന് ബോഡി വരെ പോകുന്നതിന്, തേനിക്കൊക്കെ പോകുന്നതിന് ഏകദേശം ഒരു 17 ഹെയർ പിൻ ബെൻഡുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഏകദേശം 9 ഹെയർ പിൻ ബെൻഡുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് അങ്ങ് ഇതുണ്ടല്ലേ, ഇങ്ങനെ ചെന്നത് അതുവഴി ഇങ്ങനെ പോയി അവിടെ ഇങ്ങനെ അവിടെ ചെന്ന് നമ്മൾ തിരിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരണം. ഇവിടെയൊക്കെ ഇങ്ങനെ വണ്ടികളൊക്കെ വരുന്നത് കാണാം. വണ്ടികളൊക്കെ വരുന്നത് നമുക്ക് കാണാം. ഒത്തിരി വണ്ടികൾ വരുന്നതൊക്കെ നമുക്ക് കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ കോടയുണ്ട് കേട്ടോ ഈ വഴിയിൽ. ഇവിടെ നല്ല രീതിയിൽ കോടയുണ്ട്. കുറേ ബൈക്ക് റൈഡേഴ്സൊക്കെ പോകണം കേട്ടോ. എന്താണെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാം. താഴത്തോട്ട് ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പം എന്താണ് ഇങ്ങനെ ഈ കൂട്ടിൻ്റെ അകത്ത് ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൾക്ക് ചെറുതായിട്ട് ഈ തലകറക്കോ സംഭവമൊക്കെ ഉള്ള ആളാണ്. ഇങ്ങനെ യാത്ര ചെയ്ത് കഴിയുമ്പം ഈ കിടക്കുന്ന ആൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സോ അതുകൊണ്ടാണ് അവൻ അങ്ങനെ അവിടെ കിടക്കുന്നത്. ഇവനെ കൂട്ടിലിട്ടേക്കുന്നത്. ഇപ്പോൾ ഇവന് ഈ വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടന്ന് ഇവൻ ഛർദ്ദിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ. ചെറുതായിട്ടൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാത കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇറങ്ങി പൊക്കോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ നിന്ന് തേനിയിലേക്കൊക്കെ പോണ വഴിയാണ്. ഈ വഴിയിൽ ഏകദേശം 17 ഹെയർ പിൻ ബെൻഡുകളാണ് വരുന്നത്. ഈ 17 ഹെയർ പിൻ ബെൻഡിൽ നമ്മൾ ഓൾറെഡി 9 എണ്ണം കഴിഞ്ഞു. അത് ഈ 9 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത് വരുന്നതാണ് കേട്ടോ. അപ്പം ഇനി കുറച്ച് ദൂരത്തിലാണ് ഇനി ബാക്കിയുള്ള ഹെയർ പിൻ ബെൻഡുകളുള്ളത്. അതേപോലെ തന്നെ പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് റിസോർട്ട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു പോയി. ഇനി ഫുള്ള് ഇത് ഫോറസ്റ്റുകളാട്ടോ. ഫുള്ള് ഫോറസ്റ്റിന്റെ ഏരിയ ആണ്. പിന്നെ നമ്മളിപ്പോൾ ഇനി ചെല്ലുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലിക്കുത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നമ്മൾ ഈ ചെല്ലുന്നത്. പുലിക്കുത്ത് നേരത്തെ ഒത്തിരി പുലിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം പുലിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പട്ടികൾ പോലും അങ്ങനെ ഒത്തിരി ഇല്ലായിരുന്നു കേട്ടോ. ഈ പുലി ഇറങ്ങി പട്ടികളെല്ലാം പിടിച്ചുകൊണ്ട് പോയി. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ഈ കാണുന്ന സ്ഥലമായിരുന്നു പുലിക്കുത്ത് എന്ന് അറിയപ്പെടുന്നത്. അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഒരു അമ്പലമൊക്കെ ഇതിന്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 490 കിലോമീറ്റർ നമുക്ക് ഇനി ഓടിയെത്താനുണ്ട്. ഏകദേശം വൈകുന്നേരം 7-8 മണിയാവും തോന്നുന്നത്. പയ്യ പോകുന്നത്. ഈ വളമൊക്കെ അതുകൊണ്ട് പയ്യ പോകണം. ലിയോ ചെറുതായിട്ട് അവന് ഡിസീനസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ പയ്യാണ് പോണത്. നമ്മുടെ ചെറുക്കി അങ്ങനെ വലിയ കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമില്ല. അവൻ യാത്ര ചെയ്യുന്നതിനും അവനൊന്നും ഒരു കുഴപ്പമില്ല. അവൻ എവിടെ വേണേലും പോകുന്നതിനും ഒരു കുഴപ്പമില്ല. എത്ര നേരമായാലും അവന് ഇവിടെ കയറി കിടന്നെന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ ഞങ്ങൾ 3 പേരും ഉള്ളൂ ഇന്ന് പോകാൻ വേണ്ടി. ഞാനും ലിയോയും ചെറിയ മാത്രമേ ഉള്ളൂ. അച്ഛ പോരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടിരുന്നതാണ്. പക്ഷേ ലാസ്റ്റ് നിമിഷത്തിൽ അച്ഛ പോരുന്നില്ല എന്ന് പറഞ്ഞു. അമ്മച്ചി പോരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പെങ്ങളൊക്കെ അവിടെ ഉള്ളത് അവര് 25-ാം തീയതി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർക്ക് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അവർക്ക് 25-ാം തീയതി പോരാൻ പറ്റൂല എന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിലൊരു ഡോഗ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ട് പോരാനൊന്നും പറ്റൂല. അതുകൊണ്ടാണ് അവർ പിന്നെ പോരാൻ ഒത്തിരി ലേറ്റ് ആവാനായിരുന്നു പറഞ്ഞത്. പിന്നെ ബസ്സിന് പോരാനായിരുന്നു നോക്കി കഴിഞ്ഞപ്പം ഇപ്പം ഈ ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് നല്ല റേറ്റ് ആട്ടോ. ഏകദേശം ഞാൻ ഇങ്ങോട്ട് ആദ്യം 11-ാം തീയതി ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1400 രൂപ ആയുള്ളായിരുന്നു എനിക്ക് ടിക്കറ്റിൻ്റെ ഫെയർ. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3600 തൊട്ട് 4000 രൂപ 4200 രൂപയൊക്കെയാണ് ടിക്കറ്റിന്റെ ഫെയർ വരുന്നത്. ഓരോ വണ്ടിക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ പിന്നെ അവർ പോകുന്നില്ല. ഇനി എന്താണേലും 3-4 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അവരിങ്ങോട്ട് വീട്ടിലോട്ട് വരുവാണല്ലോ എന്നുള്ളതുകൊണ്ടാണ് അവർ വന്നത്. മോസ്റ്റ് ഓഫ് ദി ടൈം ഞങ്ങൾ നാട്ടിൽ നിന്നിട്ട് തിരിച്ചു പോകുമ്പം അപർണയും കൂടെ ഉണ്ടാകുന്നതാണ്. ഇത്തവണ അപർണ കൂടെ ഇല്ല. അപർണയുടെ വീട്ടിലാണ്. അപർണ ഓൾറെഡി 7 മാസം പ്രഗ്നന്റ് ആയതുകൊണ്ട്
അങ്ങനെ നമ്മളിപ്പം ഡിണ്ടുകല്ലൊക്കെ കഴിഞ്ഞ് കുറേ ഏകദേശം കരൂരിനടുത്തെത്താറായി. നമ്മുടെ ഇതിനിടയ്ക്ക് വെച്ച് അവിടെ ഒരു പമ്പിൽ നിന്ന് കയറി പെട്രോളൊക്കെ അടിച്ച് നേരെന്ന് കയറി പെട്രോളൊക്കെ ഫുള്ളാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. 102 രൂപ 60 പൈസ അത്രയായിരുന്നു. നമ്മളപ്പം നേരെ ഈ കാണുന്ന ഹൈവേ കൂടെ നേരെ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഇപ്പം നിർത്തിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്ക് ഇച്ചിരി ലിയോയ്ക്കും ചെറുക്കിച്ച് വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ലിയോ ഉഷാറായിട്ടിരിപ്പുണ്ട്. ലിയോയുടെ തലകർക്കമൊക്കെ മാറി. അതേപോലെ തന്നെ ഇനി ഡ്രൈവിങ് ചെറി ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതുണ്ടോ, ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ചെറി അവിടെ ഡ്രൈവിംഗ് സീറ്റിലാട്ടോ കയറിയിരിക്കുന്നത്. ആള് ഭയങ്കര ഇതാണ്. ആൾക്ക് ഈ വണ്ടിയൊക്കെ ഈ ചെറിയ ചെറിയ ഹമ്പൊക്കെ കയറി വണ്ടി കുലുങ്ങുന്നൊന്നും ആൾക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പം തന്നെ ദേഷ്യപ്പെട്ട് കിടന്ന് കരയാനൊക്കെ തുടങ്ങുമായിരുന്നു. ഇപ്പോൾ അവിടെ ഞാനങ്ങ് അവിടെ നിന്ന് സീറ്റിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ അവിടെ കയറി ഇരുന്നതാണ്. അവൻ ഈ സീറ്റിൽ ഇവിടെ വന്ന് കിടക്കില്ല. ഞാൻ അവന് കിടക്കാൻ വേണ്ടി തുണിയൊക്കെ ഇട്ട് കൊടുത്താണ്. പക്ഷെ അവൻ അവിടെ കിടക്കില്ല. അവനിരിക്കുന്ന സീറ്റിൽ തന്നെയാണ് അവൻ ഇരിക്കുകയുള്ളൂ കേട്ടോ. ആ കയറി കിടക്കുകയുള്ളൂ. അപ്പം വണ്ടികളൊക്കെ നല്ല പറന്നാണ് പോകുന്നത്. പുതിയ ടാറിങ് കേട്ടോ ഇത്. അതുകൊണ്ട് വണ്ടികളൊക്കെ പറന്നാണ് പോകുന്നത്. സമയം ഏകദേശം 3:15 അടുത്ത 6 അപ്പം ഇനി നമുക്ക് നല്ല ദൂരം പോകാനുണ്ട് അല്ലേ. നല്ല അടിപൊളി വഴി. അതുണ്ടോ, വണ്ടികളൊക്കെ പറന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സമയം എത്ര ആയെങ്കിലും ഞാനിതുവരെയായിട്ടും ലഞ്ച് കഴിച്ചില്ല. ഇനി അടുത്ത സ്ഥലത്ത് നിർത്തി ലഞ്ചൊക്കെ കഴിക്കണം. ഇവിടെ 2-3 കാക്കകളൊക്കെ വന്ന് ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. പറന്നുപോയി. നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേനും പറന്നുപോയി അവർ. എന്താണെങ്കിൽ നമുക്ക് ഈ വഴി കൂടെ നേരെ വിട്ടടിച്ച് പോകണം. ഇനി അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും കിട്ടുന്നുണ്ട്. ഇതുവരെ ഏകദേശം 20-നടുത്ത് നമ്മുടെ വണ്ടി മൈലേജ് തരുന്നുണ്ട്. നല്ല വഴിയായതുകൊണ്ടൊക്കെയാണ് നല്ല മൈലേജ് എന്താണെന്ന് കിട്ടുന്നുണ്ട്. എന്നാലും നമുക്ക് മുന്നോട്ട് പോവാം. നമ്മൾ ഏകദേശം സേലം എടുക്കാറായി കേട്ടോ. ഇതുണ്ട്, ഇവിടെ കിടന്ന് ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഭയങ്കര ഉറക്കമാണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്. അതേപോലെ തന്നെ ബാക്കിലും അവർക്ക് ഭയങ്കര ഉറക്കം ഇട്ടതുകൊണ്ടോ നോക്കൊണ്ടിരിക്കുകയാണ്. സേലത്തിനടുത്തെത്താറായി. ഇതുവരെ എന്താണെന്ന് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. ഇനി എനിക്ക് ഫുഡ് കഴിക്കും. ഞാൻ കുറേ കടകൾ നോക്കി, ഒന്നും കിട്ടിയില്ല. നമ്മൾ സേലം കഴിഞ്ഞ് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേനും നല്ല രീതിയിൽ ലേറ്റ് ആയിപ്പോയി. പിന്നെ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ നിർത്തില്ല. നമ്മൾ ഏകദേശം 9:45 ആയപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വീട്ടിലെത്തി. ലിയോ ഫുൾ ഓക്കെ ആയി കേട്ടോ. അപ്പം അത്ര ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ. അധികം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ വീഡിയോയിൽ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.